മലബാർ ഹോം അപ്ലയൻസസ് ആൻഡ് ഹോം നീഡ്സ് പാണ്ടിക്കാട് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മലബാറിന്റെ 2 ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു. എല്ലാ പർച്ചേസിനും 5% മുതൽ 60% വരെ ഡിസ്കൗണ്ട്. സുതാര്യമായ ജനകീയ പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ ചേർത്ത് പിടിച്ചതുകൊണ്ടാണ് രാജ്യത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമായി മാറാൻ കേരളത്തിന് കഴിഞ്ഞതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ജനകീയമായി ഇടപെട്ടുകൊണ്ടാണ് ഈ മേഖലകളെ രാജ്യത്തിന് മാതൃകയാക്കാൻ കഴിഞ്ഞതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. ഇടതുപക്ഷ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പല മേഖലകളിലെ പ്രവർത്തനങ്ങളും ജനകീയമാക്കാൻ കഴിഞ്ഞു. വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിൽ ഉൾപ്പെടെ ജനകീയമായി ഇടപെട്ടുകൊണ്ട് രാജ്യത്തിന് തന്നെ മാതൃകയാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ സാധിച്ചു. നിരവധി മേഖലകളിൽ രാജ്യത്ത് തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനമായി കേരളം മാറി. ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന സുതാര്യമായ വികസന പ്രവർത്തനങ്ങളോടെയാണ് ഇതിന് സാധിച്ചതെന്ന് മന്ത്രി മേലാറ്റൂരിൽ പറഞ്ഞു. മേലാറ്റൂർ ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച MCF കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വി അബ്ദുറഹ്മാൻ. ഗ്രാമപഞ്ചായത്തുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇടതുപക്ഷ സർക്കാർ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം പ്രഖ്യാപിച്ചതിന് ശേഷം പല മേഖലയും ജനകീയമായി കാര്യങ്ങൾ തീരുമാനിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ മേഖലയാകട്ടെ ആരോഗ്യ മേഖലയിലുമൊക്കെ തന്നെ ജനകീയമായി ഇടപെട്ടുകൊണ്ട് രാജ്യത്തിന് മാതൃകയായി തന്നെ ഈ മേഖലയെ ഉയർത്തിക്കാട്ടാൻ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. നിരവധി കാര്യങ്ങളിൽ ഇന്ന് രാജ്യത്ത് 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറാൻ കഴിഞ്ഞത് സുതാര്യമായ ജനകീയ പ്രവർത്തനത്തിലൂടെ ജനങ്ങളെ ചേർത്ത് നിർത്തുന്ന വികസന പ്രവർത്തനങ്ങൾ നാടിൽ സംഭാവന ചെയ്തുകൊണ്ടാണ്. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ. ജീവിതമാകണം ലഹരി എന്ന സന്ദേശവുമായി പാണ്ടിക്കാട് ചമ്പ്രശ്ശേരി താലപ്പൊലിപ്പറമ്പ് AUP സ്കൂൾ മാരത്തോൺ സംഘടിപ്പിച്ചു. പുലരിത്തോൺ എന്ന പേരിൽ സ്കൂൾ മുതൽ പാണ്ടിക്കാട് ടൗൺ വരെയാണ് മാരത്തോൺ സംഘടിപ്പിച്ചത്. വാർഡംഗം NT സുരേന്ദ്രൻ മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്തു. തുവൂരിന്റെ കാൽപന്ത് കളി ആവേശത്തിന് ശനിയാഴ്ച തുടക്കമാകും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥം JC ക്ലബാണ് അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. സന്തോഷ് പിള്ളായി സ്റ്റേഡിയത്തിലാണ് 1 മാസത്തെ ടൂർണമെന്റ് നടക്കുക.